നമസ്കാരം, ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UAE-യിലെ ഇന്ത്യക്കാരുടെ പ്രധാന മരണകാരണം വാഹനാപകടങ്ങൾ എന്ന റിപ്പോർട്ട്. 40% മരണവും റോഡ് അപകടങ്ങളിൽ നിന്ന്. അപകടങ്ങൾക്ക് കാരണം അച്ചടക്കമില്ലാത്ത ഡ്രൈവിംഗ് എന്നും റിപ്പോർട്ട്. കുവൈത്തിൽ ജനുവരി 1 മുതൽ തൊഴിൽ വിസ വിതരണം പുനരാരംഭിക്കും. വിദേശ റിക്രൂട്ട്മെന്റ് ഓരോ സ്ഥാപനങ്ങൾക്കും മൊത്തം എണ്ണത്തിന്റെ 20 മുതൽ 30% വരെ മാത്രം. ഒരു രാജ്യത്ത് നിന്ന് മാത്രം വിദേശികളെ കൊണ്ടുവരുന്ന രീതി അനുവദിക്കില്ലെന്നും മാൻ പവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റി. യമനിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഹൂതികളും സുന്നികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലുണ്ടായത് പ്രവിശ്യ തലസ്ഥാനമായ IBBയിലേക്ക് പ്രവേശിക്കുന്നതിൽ ഹൂതികളെ വിലക്കിയതിനെ തുടർന്ന്. ഹോങ്കോങ്ങിൽ പോലീസ് ഒഴിപ്പിച്ച ഓക്യുപ്പൈ സെൻട്രൽ സമരക്കാർ വീണ്ടും കൈയടക്കി. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിനിടെ നിരവധി പേർക്ക് പരിക്ക്. പ്രക്ഷോഭകരുമായി ചൊവ്വാഴ്ച ചർച്ച നടത്താൻ തയ്യാറെന്ന് ഹോങ്കോങ് ചീഫ് സെക്രട്ടറി. UAE-യിലെ ഇന്ത്യൻ പ്രവാസികളുടെ പ്രധാന മരണകാരണം വാഹനാപകടങ്ങളാണെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം 1385-ൽ 500-ലധികം പേരും മരിച്ചത് അപകടങ്ങളിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. UAE-യിൽ മരണപ്പെടുന്ന ഇന്ത്യക്കാരിൽ 37% വാഹനാപകടങ്ങൾ മൂലമാണെന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വെളിപ്പെടുത്തൽ. 2013-ലെ കണക്കുപ്രകാരം 1385 ഇന്ത്യക്കാരിൽ 520 പേരും അപകടങ്ങളിലാണ് മരണപ്പെട്ടത്. ദുബൈയിലും സമീപ എമിറേറ്റുകളിലും 43% മരണകാരണവും അപകടങ്ങളാണ്. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കുകൾ പ്രകാരം 339 മരണങ്ങളിൽ 70 എണ്ണം അപകടങ്ങളിലായിരുന്നു. കഴിഞ്ഞ വർഷം UAE-യിൽ 107 ഇന്ത്യക്കാർ ആത്മഹത്യയിലൂടെയാണ് മരണപ്പെട്ടത്. 727 മാത്രമാണ് സാധാരണ മരണം. ദുബായ് ട്രാഫിക് പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ദുബൈയിലെ റോഡപകടങ്ങളിൽ ഇന്ത്യയുൾപ്പെടെ 5 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമായും പങ്കാളികളാവുന്നത്. ഇവയിൽ പാകിസ്ഥാനാണ് മുന്നിൽ. 72% അപകടങ്ങളും ഈ 5 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കാരണമാണ് സംഭവിച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ കാരണം 314 അപകടങ്ങളും സംഭവിച്ചു. റോഡപകടങ്ങൾ കുറച്ചുകൊണ്ടുവരുവാൻ UAE സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിക്കുമ്പോഴാണ് ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർ റോഡപകടങ്ങൾക്ക് മുഖ്യ കാരണക്കാരാവുന്നത്. റോഡച്ചടക്കമില്ലാത്തതാണ് ഇതിന് മുഖ്യ കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ജനുവരി 1 മുതൽ തൊഴിൽ വിസ വിതരണം പുനരാരംഭിക്കും. വിദേശ റിക്രൂട്ട്മെന്റ് ഓരോ സ്ഥാപനങ്ങൾക്കും അനുവദിക്കപ്പെട്ട മൊത്തം എണ്ണത്തിന്റെ 20 മുതൽ 30% വരെ മാത്രമാക്കും. ഒരു രാജ്യത്ത് നിന്ന് മാത്രം വിദേശികളെ കൊണ്ടുവരുന്ന രീതി അനുവദിക്കില്ലെന്നും മാൻ പവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റി അറിയിച്ചു. അടുത്ത വർഷം തൊഴിൽ വിസ വിതരണം പുനരാരംഭിക്കാനിരിക്കെ കർശന ഉപാധികളാണ് വിസ വിതരണവുമായി ബന്ധപ്പെട്ട് മാൻ പവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റി മുന്നോട്ട് വെക്കുന്നത്. പുതുതായി അനുവദിക്കുന്ന വിസയിൽ കുവൈത്തിലെത്തുന്ന തൊഴിലാളി ബിരുദധാരിയാണെങ്കിൽ പോലും 3 വർഷത്തിനുള്ളിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ജോലി മാറാൻ അനുവാദമുണ്ടാകില്ലെന്നതാണ് അതോറിറ്റി മുന്നോട്ട് വെക്കുന്ന ചട്ടങ്ങളിൽ പ്രധാനം. കൂടാതെ ഓരോ കമ്പനിക്കും തങ്ങൾക്കാവശ്യമായ മൊത്തം ജീവനക്കാരുടെ പരമാവധി 30% പേരെ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ അനുവാദമുണ്ടാകൂ. ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ തന്നെ വ്യത്യസ്ത രാജ്യക്കാരായിരിക്കണമെന്നും മാൻ പവർ അതോറിറ്റി വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദേശി ജനസംഖ്യയിൽ സന്തുലിതത്വം ഉണ്ടാക്കുക എന്നതാണ് ഇതിന് MPRA നൽകുന്ന വിശദീകരണം. കൃഷിപ്പണിക്കാർ, ആട്ടിടയന്മാർ, മീൻപിടുത്തക്കാർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവർക്ക് അതത് മേഖലകളിലേക്ക് മാത്രമേ വിസ ട്രാൻസ്ഫർ അനുവദിക്കുകയുള്ളൂ. വിസയിൽ രേഖപ്പെടുത്തിയ തസ്തിക മാറുന്നതിനും കടുത്ത നിയന്ത്രണമുണ്ടാകും. ഉപാധികളോടെയാണെങ്കിലും ജനുവരി 1 മുതൽ തൊഴിൽ വിസ വിതരണം പുനഃസ്ഥാപിക്കപ്പെടുന്നതിലൂടെ സ്വകാര്യ തൊഴിൽ സംരംഭകരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് നടപ്പിലാകാൻ പോകുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. വിശുദ്ധ യുദ്ധത്തിനായി യുവാക്കളെ സംഘടിപ്പിക്കാനും പോരാട്ടത്തിന് അയക്കാനും രാജ്യത്തിന് അകത്തു തന്നെ ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. ഇതേ തുടർന്ന് തീവ്ര ചിന്താഗതിക്കാരായ യുവാക്കളെ നിരീക്ഷിക്കാൻ മന്ത്രാലയം നീക്കം തുടങ്ങി. ഇറാഖിലും സിറിയയിലും സായുധ പോരാട്ടം നടത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ ഈയിടെ നിരവധി പേർ കുവൈത്തിൽ പിടിയിലായിരുന്നു.
IS-മായി ചേർന്ന് പോരാട്ടത്തിലേർപ്പെട്ട ചില സ്വദേശികൾ വിദേശങ്ങളിൽ കൊല്ലപ്പെടുക കൂടി ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ നടപടികൾ ശക്തമാക്കുന്നത്. മതത്തിനു വേണ്ടിയുള്ള വിശുദ്ധ യുദ്ധം എന്ന പേരിൽ യുവാക്കളെ സംഘടിപ്പിക്കാനും പോരാട്ടത്തിനയക്കാനും ചില ഗ്രൂപ്പുകൾ രാജ്യത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നതായാണ് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ കൈമാറിയാണ് തങ്ങളുടെ നിലപാടുകളിലേക്ക് ഇവർ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ അധികൃതർ ഇത്തരം സംഘങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായാണ് വിവരം. ബ്ലോഗർമാർ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ എന്നിവരെ പ്രത്യേകം നിരീക്ഷണ വിധേയമാക്കാനും സംശയം തോന്നുന്നവരെ പിടികൂടാനുമാണ് പദ്ധതി. തീവ്ര ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെറ്റായ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന മക്കളെ നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അതിനിടെ ദായിഷ് അനുകൂലികളായ 8 സ്വദേശികളെ കൂടി സുരക്ഷാ വിഭാഗം കസ്റ്റഡിയിലെടുത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പോരാട്ടത്തിൽ പങ്കെടുക്കാൻ സിറിയയിലേക്കും ഇറാഖിലേക്കും യാത്രക്കൊരുങ്ങുകയായിരുന്ന 17നും 26നും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരാണ് പിടിയിലായത്. 72ഓളം കുവൈത്ത് പൗരന്മാർ ദായിഷിന്റെ യുദ്ധമുന്നണിയിലുണ്ടെന്ന് സുരക്ഷാ വിഭാഗത്തിന് വിവരം ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാഖിൽ കുർദുകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ IS പോരാളിയായ കുവൈത്തി കൗമാരക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. അറബ് ലീഗ് പ്രതിനിധി സംഘത്തോടൊപ്പം കുവൈത്ത് വിദേശമന്ത്രി ഇറാഖിലേക്ക്. ഭീകരതയ്ക്കെതിരെയും രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയുമുള്ള പോരാട്ടത്തിൽ ഇറാഖി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് അറബ് ലീഗ് പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം. IS അടക്കമുള്ള തീവ്രവാദി സംഘങ്ങളുടെ കടന്നാക്രമണത്തിൽ പ്രയാസപ്പെടുന്ന ഇറാഖി സർക്കാരിന് പിന്തുണ നൽകാനുള്ള അറബ് ലീഗ് തീരുമാനത്തിന്റെ തുടർച്ചയായാണ് ഉന്നത നേതാക്കൾ ഇറാഖ് സന്ദർശിക്കുന്നത്. കുവൈത്ത് 1ാം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സബാൽ ഖാലിദ് അൽ ഹമദ് അൽ സൊബാഹ്, അറബ് ലീഗ് സെക്രട്ടറി ജനറൽ നബീൽ അൽ അറബി, നിലവിലെ അറബ് ലീഗ് അധ്യക്ഷ പദവിയിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൗറിത്താനിയ വിദേശകാര്യമന്ത്രി അഹമ്മദ് ഔലാദ് തഗൂസി എന്നിവരാണ് പ്രതിനിധി സംഘത്തിലെ പ്രധാനികൾ. ഭീകരതയ്ക്കെതിരെയും രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയുമുള്ള പോരാട്ടത്തിൽ ഇറാഖി സർക്കാരിന് അറബ് രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ഉണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. ഇറാഖ് പ്രസിഡന്റ് ഫുവാദ് മസൂം, പ്രധാനമന്ത്രി ഹൈദൽ അൽ അബാദി, ഉപപ്രധാനമന്ത്രി ഹോഷിയാർ അൽ സബരി, പാർലമെന്റ് സ്പീക്കർ സാലിം അബ്ദുള്ള അൽ ജബൂരി, വിദേശകാര്യമന്ത്രി ഇബ്രാഹിം അൽ ജാഫരി തുടങ്ങിയവരുമായി അറബ് ലീഗ് പ്രതിനിധി സംഘം ചർച്ച നടത്തും. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാനിലെ ബുറൈമിയിൽ അനധികൃത ടാക്സികൾക്കെതിരെ നടപടി കർശനമാക്കി. അനധികൃത സർവീസ് നടത്തുന്ന മലയാളികളാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. സ്വദേശികൾക്ക് മാത്രമേ ഒമാനിൽ ടാക്സി ഓടിക്കാൻ അനുമതിയുള്ളൂ. UAE-യിലെ അലൈനോട് ചേർന്ന് കിടക്കുന്ന ഒമാൻ അതിർത്തി പ്രദേശമാണ് ബുറൈമി. ഇവിടെ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള മസ്കത്ത് നഗരത്തിലേക്കും വിമാനത്താവളത്തിലേക്കും പോകാൻ അനധികൃത ടാക്സികളെയാണ് പ്രവാസികൾ ആശ്രയിക്കുന്നത്. എന്നാൽ ബുറൈമിക്കും സൊഹാറിനുമിടയിലെ വാദി ജിസി ചെക്ക് പോസ്റ്റിൽ അനധികൃത ടാക്സികൾക്കായി പരിശോധന ശക്തമാണ്. പിടിയിലാകുന്ന വാഹനങ്ങളിൽ നിന്ന് 25 റിയാൽ പിഴ ഈടാക്കും. കൂടാതെ യാത്രക്കാരെ 40 കിലോമീറ്റർ അകലെ ബുറൈമി ടാക്സി സ്റ്റാൻഡിൽ എത്തിച്ചു കൊടുക്കുകയും വേണം. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും. വാഹനം പിടിച്ചുവെക്കും. ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും ഒരേ സ്പോൺസർക്ക് കീഴിലുള്ളവരുമാണ് സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്തപക്ഷം സ്പോൺസർ ഡ്രൈവർക്കും യാത്രക്കാർക്കും കത്ത് നൽകിയിരിക്കണം. ബുറൈമിയിൽ നിന്ന് മസ്കത്ത് വിമാനത്താവളത്തിലേക്ക് 3 ബസ് സർവീസ് ഉണ്ടെങ്കിലും അവ കേരളത്തിലേക്കുള്ള വിമാനത്തിന്റെ സമയത്തിലല്ല. വിമാനത്താവളത്തിലേക്ക് 4 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതിനാൽ കുറഞ്ഞ ചെലവിൽ പലർക്കും അനധികൃത ടാക്സികളാണ് ആശ്രയം. ഈ സാഹചര്യത്തിൽ മസ്കത്തിലേക്കുള്ള ബസ് സമയത്തിൽ മാറ്റം വേണമെന്ന ആവശ്യവും ശക്തമാണ്. മീഡിയ 1, ബുറൈമി. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുറയുന്ന പശ്ചാത്തലത്തിൽ ഒമാനിൽ ഇന്ധന സബ്സിഡി നിർത്തലാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായി. സബ്സിഡിയുടെ ഗുണഫലം അനുഭവിക്കുന്നവർക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തിയ ശേഷമായിരിക്കും നടപടിയെന്നും റിപ്പോർട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയ്ക്ക് പോയതോടെ ഒമാൻ ഓഹരി വിപണിയും കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തനെ ഇടിഞ്ഞു. 233 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിയാണ് വ്യാഴാഴ്ച മസ്കത്ത് ഓഹരി വിപണി വാരാന്ത്യ ഇടപാടുകൾ അവസാനിപ്പിച്ചത്. ക്രൂഡ് ഓയിൽ വിലയെയും വരുമാനത്തെയും ആശ്രയിച്ച് ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യമെന്ന നിലയിൽ എണ്ണവില കുറയുന്നത് പ്രഖ്യാപിച്ച വികസന പദ്ധതികളെ ബാധിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഒന്നുകിൽ പദ്ധതി ചെലവ് വെട്ടിക്കുറയ്ക്കുകയോ ഇന്ധന സബ്സിഡി പിൻവലിച്ച് നഷ്ടം നികത്താൻ നടപടിയെടുക്കുകയോ വേണ്ടിവരുമെന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവർ പറയുന്നത്. സബ്സിഡി വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയെപ്പറ്റി നേരത്തെ സർക്കാർ സൂചന നൽകി. സബ്സിഡി ഇല്ലാതാകുന്നതോടെ ഉയരുന്ന ജീവിത ചെലവ്, അവശ്യവസ്തുക്കളുടെ വിലവർധന എന്നിവ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിയ ശേഷമായിരിക്കും നടപടിയെന്നും ഇവർ പറയുന്നു. സ്വദേശികൾ എന്ന പോലെ ഒമാനിലെ പ്രവാസികളും ഇന്ധന സബ്സിഡിയുടെ ഗുണഫലം അനുഭവിക്കുന്നുണ്ട്. ഇത് പിൻവലിക്കുന്നത് ജനങ്ങൾക്ക് താൽക്കാലിക സാമ്പത്തിക ഭാരം വരുത്തിവെക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നാടിന് നേട്ടമായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.
മുസ്ലിം സമൂഹത്തിന്റെ സമുന്നത ആരാധനാലയങ്ങളിലൊന്നായ മസ്ജിദുൽ അക്സയിൽ വിശ്വാസികൾ പ്രവേശിക്കുന്നത് വിലക്കുന്ന ഇസ്രായേൽ പട്ടാളം കയ്യേറ്റ ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. വിശ്വാസികൾക്ക് മസ്ജിദിൽ കയറാനും പ്രാർത്ഥന നിർവഹിക്കാനുമുള്ള അവകാശം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല. മേഖലയിൽ സമാധാനത്തെ ബാധിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് ഇസ്രായേൽ മാറി നിൽക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. എബോള രോഗം പടർന്നു പിടിക്കുന്നത് മൂലം നിരവധി കുട്ടികൾ അനാഥരാകുന്നു. എബോള ബാധയെ തുടർന്ന് 2500-ലധികം പേർ മരിച്ച ലിബിയയിൽ 100ഓളം കുട്ടികളാണ് അനാഥരായത്. യുനിസെഫിന്റെ കണക്കുകൾ പ്രകാരം പടിഞ്ഞാറെ ആഫ്രിക്കയിൽ എബോള രോഗം അനാഥമാക്കിയത് 3000-ലേറെ കുട്ടികളെയാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ എബോള വൈറസ് പടർന്നതിനെ തുടർന്ന് നിരവധി പേർ മരിച്ചിരുന്നു. ഇതേ തുടർന്ന് 3700 കുട്ടികൾ അനാഥരായിട്ടുണ്ടെന്നാണ് യൂണിസെഫിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എബോള ബാധിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗവും ലിബിയയിലാണ്. കണക്കുകൾ അനുസരിച്ച് രോഗം ബാധിച്ചു മരിച്ചത് 2500-ലധികം പേരാണ്. മരണം തൂത്തെറിഞ്ഞത് നിരവധി കുടുംബങ്ങളെ കൂടിയാണ്. ഇപ്രകാരം അനാഥമാക്കിയവരിൽ 100-ലധികം കുട്ടികളും ഉൾപ്പെടും. കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണമോ ഉടുക്കാൻ വസ്ത്രമോ താമസ സ്ഥലമോ സ്കൂളിൽ പോകാൻ അവസരമോ ഇല്ലാതായ കുരുന്നുകൾ. I need for their schooling, for their clothes, because all their clothes left in the house, they burn everything. So I need many help, no food, nothing. അനാഥരാക്കപ്പെട്ടവരിൽ ഒരാളാണ് മിയാറ്റ. മിയാറ്റയുടെ മാതാപിതാക്കൾ കഴിഞ്ഞയാഴ്ച എബോള ബാധയെ തുടർന്ന് മരിച്ചിരുന്നു. മിയാറ്റ ഇപ്പോൾ ഗർഭിണി കൂടിയാണ്. ഏത് നിമിഷവും ഒരു കുഞ്ഞിനെ മിയാറ്റ ജന്മം നൽകിയേക്കാം. നിലവിൽ 2 അനുജത്തിമാർക്ക് സംരക്ഷണം നൽകാൻ പോലും മിയാറ്റയ്ക്കാകുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാത്തതിനാൽ മറ്റുള്ളവരുടെ സഹായത്തിനായി യാചിക്കുകയാണ് മിയാറ്റ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. യുഎഇയിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ 90%-നും യുഎഇയിൽ തന്നെ തുടരാൻ താൽപ്പര്യം. 10% മാത്രമാണ് നാട്ടിലെ ജയിലിലേക്ക് ശിഷ്ടകാലം മാറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട് യുഎഇ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ജയിലുകളിലേക്ക് മാറാൻ താൽപ്പര്യമില്ലെന്നാണ് യുഎഇ നടത്തിയ സർവേയിൽ വ്യക്തമായത്. ശിക്ഷയുടെ ശിഷ്ടകാലം സ്വന്തം രാജ്യത്തെ ജയിലുകളിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട് യുഎഇ ജയിലുകളിൽ നടത്തിയ സർവേയിലാണ് ഈ പ്രതികരണം. 10% പേർ മാത്രം താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ 90%-വും യുഎഇയിലെ ജയിലുകളിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഇന്ത്യൻ സ്ഥാനപതി ടി.പി. സീതാറാം വ്യക്തമാക്കി. യുഎഇ ജയിലുകളുടെ നിലവാരമാണ് ഇന്ത്യക്കാരെ ഇവിടെ തുടരാൻ പ്രേരിപ്പിക്കുന്നതെന്നും യുഎഇ ജയിലുകൾ ഇന്ത്യൻ ജയിലുകളേക്കാൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യുഎഇ ജയിലുകളെക്കുറിച്ച് യാതൊരു പരാതിയും ലഭിച്ചില്ലെന്നത് ശ്രദ്ധേയമാണെന്നും മികച്ച സൗകര്യങ്ങളാണ് യുഎഇ സർക്കാർ ജയിലുകളിൽ ലഭ്യമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം യുഎഇ ആഭ്യന്തര മന്ത്രാലയത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു. യുഎഇയുമായുള്ള കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ 120 പേർ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അവരെ ഇന്ത്യയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 2ാം ഘട്ട സർവേയിലാണ് തടവുകാരിൽ 90%-വും താൽപ്പര്യമില്ലെന്ന് അറിയിച്ചത്. മീഡിയ 1 അബുദാബി.